ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് പോകണ്ടേ? അതെ, തീർച്ചയായിട്ടും വേണം. ഷംസീറും ഷബീറും ഉണ്ട്. ഷബീറിലേക്ക് പോകുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ആദ്യം നമുക്ക് പോയിന്റ് ഇഞ്ചോടിഞ്ച് ഫൈറ്റാണ് അതിന് ഇന്നത്തെ മത്സരം അറിയുന്നത്. അതെ, ചോദിച്ചോളൂ. യെസ്, അപ്പൊ ഷബീർ ഗുഡ് മോർണിംഗ്. ഞങ്ങളിങ്ങനെ കലവറയിൽ നിന്ന് ഇന്നത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശരിയായോ എന്നൊക്കെ ഒരു മേൽനോട്ടം വഹിക്കുകയായിരുന്നു ഇത്ര നേരം. അപ്പൊ ഇന്നിപ്പോ അവിടെ എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെ പ്രധാനപ്പെട്ട ഇനങ്ങൾ, ഒപ്പം തന്നെ പോയിന്റ് നില, മത്സരം ഇഞ്ചോടിഞ്ച് കടക്കുന്നു. 3-ാം ദിവസമാണ്. ഇന്നൊക്കെ ടൈറ്റ് മത്സരമായിരിക്കും, കാരണം ഓരോ മത്സരത്തിലും പോയിന്റ് നില മാറി മറിയുന്നതാണ്. അപ്പൊ ഷബീർ, ഇന്നത്തെ വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി. ജൽസി സൈഫ്, ആ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ഒരു കാര്യം പറയേണ്ടത്, ഒരു ഫുഡ് ഫെസ്റ്റിവലിന്റെ ഷോ അല്ല, ഇത് കലോത്സവമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും പോയിന്റ് നിലയിലേക്ക് പോവാണ്. 2 ദിവസം പിന്നിടുമ്പോൾ, അതായത് 2 ദിവസമാണ് കഴിഞ്ഞ 2 ദിവസം പിന്നിടുമ്പോൾ കണ്ണൂർ ജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത്. 449 പോയിന്റാണ് കണ്ണൂർ ജില്ലയ്ക്കുള്ളത്. തൊട്ട് പിന്നിൽ തന്നെ 448 പോയിന്റുമായി തൃശ്ശൂരുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോടും കട്ടയ്ക്ക് കൂടെയുണ്ട്, 446 പോയിന്റാണ്. ഷംസീർ കൂടി ഉണ്ട്. ഷംസീർ കഴിഞ്ഞ തവണ ഒരു അവസാന ദിവസം ഒരു എന്താ പറയുക, ഒരു വലിയ ഫൈറ്റ് ആ നിലയ്ക്ക് പറയാല്ലേ, ഇപ്പൊ ഇത്തവണ അതുപോലെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഈ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ സാധാരണ എല്ലാ വർഷവും ഏതൊക്കെ ടീമുകളാണോ മുന്നിട്ട് വരാറുള്ളത് ആ ഒരു ട്രെൻഡ് തന്നെ നമ്മൾ ഈ പ്രാവശ്യവും കാണുകയാണ്. കാരണം പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, തൃശ്ശൂരും ഉണ്ട്. ഈ ടീമുകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം കാണുകയാണ്. ഓരോ 1-2 പോയിന്റ് വ്യത്യാസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന കാഴ്ച കാണുകയാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കപ്പ് ഇനി കണ്ണൂർ അടിക്കുകയോ കോഴിക്കോട് അടിക്കുകയോ അതോ പാലക്കാട്ടേക്ക് തിരിച്ചു പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പൊ സ്വർണ്ണക്കപ്പ് ആരെടുക്കും എന്നുള്ളത് അറിയാൻ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കലോത്സവ നഗരിയിൽ ആവേശം അങ്ങനെ കൊട്ടിക്കേറാണ്. രാവിലെ നോക്കിയ 7:30 ആയിട്ടുള്ളൂ. പക്ഷേ ബാക്കില് മറ്റു ചാനലുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുന്നു. അവരുടെ പെർഫോമൻസ് രാവിലെ തന്നെ തുടങ്ങുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണണം. ആ തരത്തിലാണ് ഇവിടുത്തെ ഒരു കലോത്സവ ആവേശം ഉള്ളതല്ലേ? ഈ പോയിന്റ് പറ്റി പറയുമ്പോൾ ഇന്നത്തെ പ്രധാന ഇനങ്ങൾ കൂടി പറയണം. അതിപ്പോ ആർക്കൊക്കെ സാധ്യത എന്നുകൂടി പ്രധാനമാണ്. അതായത് ഇന്നിപ്പം 1-ാം വേദിയിൽ നമ്മളിപ്പോ നിൽക്കുന്ന പ്രധാന വേദിയിൽ കുച്ചിപ്പുടിയും തിരുവാതിരയാണ്. അതെ അതെ. അപ്പൊ തന്നെ കോൽക്കളി ഉണ്ട് 2ാമത്തെ വേദിയിൽ. ഈ ജനപ്രിയ ഇനങ്ങളായ പല ഐറ്റംസും ഇന്ന് സ്റ്റേജിൽ വരുന്നു എന്നുള്ളതാണ്. നോക്കാം, ഈ വേദി 2-ൽ നിന്ന് കോൽക്കളി ഉണ്ട്, വേദി 3-ൽ ദഫ്മുട്ട് നടക്കുന്നുണ്ട്, ഭരതനാട്യമുണ്ട്, വേദി 4-ൽ ചവിട്ട് നാടകം. നല്ല രസമുള്ള പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അത് ഷംസീറിനോടല്ല ചോദിക്കാനുള്ളത്, ഷബീറിനോടാണ്. കാരണം ഷബീർ ജീവിതത്തിൽ ഇന്നേ വരെ പറയാത്ത ഒരു കോൽക്കളി കഥയുണ്ട്, ആരോടും പറഞ്ഞിട്ടില്ല. നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ, അത് അറിഞ്ഞേ പറ്റുള്ളൂ. ഇന്നത് ഷബീർ പറഞ്ഞേ പറ്റുള്ളൂ. ഷബീർ, ആ കോൽക്കളി കഥ നാടറിയട്ടെ. ജിൽസി സൈഫ് അത് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതിപ്പോ ഷംസീറോട് ഈ ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ് ചിരിച്ചേ ഉള്ളൂ. ഒപ്പം തന്നെ പറയാനുള്ള വലിയ കഥയാണ്, സമയം ഉണ്ടെങ്കിൽ മാത്രം പറയാം. തൽക്കാലം ഷബീറിന് വേണ്ടി അല്പ സമയം കൊടുക്കാം, അല്ലേ? ചുരുക്കി പറഞ്ഞു. എനിക്ക് ഈ കലോത്സവത്തിന് ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലേക്ക് വന്നൊരു സംഭവം കൂടിയാണ്. അതായത് ഞാൻ +2 പഠിക്കുമ്പോൾ, അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് പങ്കെടുക്കുന്നത്. അപ്പം അന്ന് സ്കൂൾ തലത്തിൽ, അതായത് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെ ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അന്ന് സ്കൂൾ തലത്തിൽ നമ്മളെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട ഈ ഓഡീഷൻ പോലെ നടക്കുമല്ലോ, അതായത് സ്കൂൾ കലോത്സവം. അപ്പോൾ ആ നിലയ്ക്ക് അന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ ഒരു മാഷെ കൊണ്ടുവന്നു കോൽക്കളി പഠിപ്പിക്കാൻ. ആ മാഷയ്ക്ക് വേണ്ടി അപ്പം എല്ലാവരും അങ്ങനെ സാമ്പത്തികമായിട്ട് ഉയർന്ന ഇതിലുള്ളതൊന്നുമല്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ചെറിയ സമ്പാദ്യമൊക്കെ വെച്ചാണ് ഈ മാഷയ്ക്കുള്ള പൈസയൊക്കെ കൊടുത്തത്. അങ്ങനെ പഠിച്ചു, വലിയ പ്രതീക്ഷയിലാണ് പഠിച്ചു. അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് സെലക്ഷൻ നേടി, ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ നേടി. ആ നിലയ്ക്ക് വലിയ മുന്നൊരുക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ജില്ലയിലേക്കും വലിയ പ്രതീക്ഷയിൽ പോയി. ഒപ്പം തന്നെ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം സ്റ്റേറ്റിലെത്തി ഫസ്റ്റ് അടിക്കാന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ജില്ലയിൽ കയറി തൃശ്ശൂർ വെച്ചാണ്, തൃശ്ശൂർ നഗരത്തിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത് ജില്ലാ തലത്തിൽ. അങ്ങനെ തൃശ്ശൂരിലെത്തി അന്ന് മത്സരം കയറി. ഈ ആദ്യത്തിൽ, അതായത് ഈ കോൽക്കളി അറിയാലോ, തകൃത എന്ന് പറഞ്ഞ് തുടങ്ങും. ആ തകൃത പറഞ്ഞ് തുടങ്ങി. പിന്നെ ഒരു മൂവ്മെന്റ് ഉണ്ട്, അതായത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഇങ്ങനെ കയറുന്ന സമയത്ത് 2 കോലും താഴത്തേക്ക് ഇട്ടു. ഇതോടുകൂടി ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ഇയാളിത് ഈ കോലെടുക്കാൻ വേണ്ടി കുനിയുന്നു. എല്ലാവരും കൂടാകെ അലമ്പാവുന്നു, സ്റ്റേജ് വിട്ടിറങ്ങി പോരേണ്ടി വരുന്നു. അപ്പോൾ ഈ കലോത്സവത്തിന് വരുമ്പോഴൊക്കെ ഈ കഥയാണ് എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ അത് രസകരമായ ഒരു അനുഭവം കൂടിയാണ്. ആ ഒരു ഓർമ്മ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുമുണ്ട്. കോൽക്കളി വേദിയിൽ തോറ്റ് പിന്മാറേണ്ടി വന്നെങ്കിലും മാധ്യമ പ്രവർത്തനത്തിൽ മികവ് തുടരുകയാണ്, വിജയിച്ച് കയറിയിരിക്കുകയാണ്, അല്ലേ?